അപ്പോഴേ ക്രിസ്മസ് ഇങ്ങോട്ട് അടുത്തപ്പോൾ നമുക്ക് വൈൻ കെട്ടണ്ടേ, വൈൻ കെട്ടാനുള്ള മുന്തിരിയും പിന്നെ ഒരു ഭരണിയൊക്കെ വാങ്ങാൻ വേണ്ടി പോണേണേ. ഈ കഴിഞ്ഞ വർഷം വരെ ഞാനൊരു സ്റ്റീൽ കുടത്തിലാണ് കേട്ടോ വൈൻ കെട്ടിക്കൊണ്ടിരുന്ന വെച്ചത്. അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും ഒരു ഭരണി വാങ്ങി കെട്ടാമെന്ന് കരുതി. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മട്ടാഞ്ചേരിയിൽ പോയിട്ട് മുന്തിരി വാങ്ങിയിട്ട് വേണം അവിടെ നിന്ന് പള്ളുരുത്തിലോട്ട് പോയി ഭരണി വാങ്ങാനായിട്ട്. അപ്പോൾ അതേ കടയിൽ വന്ന് മുന്തിരിയുടെ വില ചോദിച്ചപ്പോഴത്തേക്കും കിലോ 80 രൂപയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ 4 കിലോ മുന്തിരി നമ്മൾ വാങ്ങിയേ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പെട്ടി ഓട്ടർഷക്കകത്തെ ഉതിർന്ന മുന്തിരി കൊണ്ടുനടന്ന് വെക്കും. അത് വാങ്ങിയിട്ട് വൈൻ കെട്ടുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ലാഭമുണ്ട്. അപ്പോൾ അതിൽ ഇത്രയും പൈസയും കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദിവസങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണല്ലേ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് മുന്തിരി വാങ്ങി നേരെ ദേ ഭരണി നോക്കാനായിട്ട് പള്ളുരുത്തിലോട്ട് വന്നിട്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ വലുതിലാണ്ടാ കയറി പിടിച്ചത്. വില ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ ഞെട്ടി, പിന്നെ പിടിവിട്ടട്ടാ. അങ്ങനെ ഏറ്റവും വലുത് തുടങ്ങി ചെറുത് വരെയുള്ളതിൻ്റെ വില ഞാൻ ചോദിച്ചട്ടാ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഒരു 14 സൈസുള്ള ഭരണി എടുത്തേ. വാങ്ങിച്ചു തന്നിട്ട് ചേട്ടൻ ആദ്യം തന്നെ ചോദിച്ചത് ഇത് എത്ര നാളത്തെ കാണുന്നുണ്ടാ. പിന്നെ അവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് അങ്ങനെ കുഞ്ഞു ഭരണിയൊക്കെ ഞാൻ നോക്കിയപ്പോൾ ചേട്ടൻ പറഞ്ഞത് അവിടെ തന്നെ വെച്ചോക്കെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വാങ്ങിയ ഭരണിയുമായിട്ട് വീട്ടിലോട്ട് പോകുന്ന പത്രമുള്ളൂ കേട്ടോ.